എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ റോബ്ലോക്സ് ഷോ ഗൈസ്, റോബ്ലോക്സ് വീഡിയോ അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഗെയിമായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗെയിം ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പണി കിട്ടി. നമ്മൾ ജസ്റ്റ് ഒരു കോട്ടയം വരെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചളങ്ങി. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ റിപ്പയർ ഷോപ്പ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ റിപ്പയറിംഗ് ഷോപ്പിനകത്ത് നേരെ നമുക്കിനി എങ്ങോട്ട് പോകണം? ഇങ്ങോട്ടാണ് നമ്മുടെ റിപ്പയറിംഗ് ഷോപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് ഇവിടെ നിന്ന് എടുത്തേക്കാം. നമുക്ക് പെട്ടെന്ന് ബസ് തിരിച്ചെടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ റിപ്പയറിംഗ് ഷോപ്പിലേക്ക് പോകാം. നമ്മുടെ AC ബസ് ആയതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോയതാണ് ഗൈസ്. അപ്പം അതാണ് അബദ്ധം പറ്റിയത്. നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഒരു വലിച്ചൊരിടിയും ഇടിച്ചപ്പം നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ചളുങ്ങി. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവച്ച് ഇടിച്ചതൊന്നുമല്ല. ആ ചേച്ചി കയറുന്നോ? നമ്മളെ കാട്ടാക്കടയുള്ള വണ്ടിയാണ് പേടിക്കണ്ട. നമ്മുടെ കാട്ടാക്കടയുള്ള വണ്ടിയെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാട്ടാക്കടയൊന്നുമല്ല പറഞ്ഞത്. നേരെ പോയി നമുക്ക് റിപ്പയർ ചെയ്യണം വണ്ടി. അതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. വണ്ടി റിപ്പയർ ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്ത സ്റ്റേഷനിൽ തന്നെ വണ്ടി ഒന്ന് പണിയണം. പിന്നെ ഈ വീഡിയോ പിന്നെ പറയാം. നമുക്ക് നേരെ നമ്മുടെ വണ്ടി സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. നമുക്ക് കുറച്ച് പണികളുണ്ട്. വണ്ടി വാഷിങ് ഏരിയ കൊണ്ടുപോയി വണ്ടി അങ്ങോട്ട് വാഷ് ചെയ്ത് വണ്ടി ഒന്ന് പണിഞ്ഞിട്ട് വരാൻ. വാഷിങ് ഏരിയ കൊണ്ടുപോകണോ? ഞാൻ അതാ ആലോചിക്കുന്നത്. വാഷിങ് ഏരിയ കൊണ്ടുപോകണോ? വാഷിങ് ഏരിയ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. വാഷിങ് ഏരിയ കൊണ്ടുപോകണ്ടല്ലേ? അല്ലല്ലേ ഫയർഫോഴ്സൊക്കെ പോകുന്നത്. അവിടെ എമർജൻസി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എമർജൻസി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. നമ്മുടെ കൊച്ചിയിലെ നമ്മളെ അണ്ണൻ്റെ സ്ഥലമാണ്. പേടിക്കണ്ട. അണ്ണൻ്റെ സ്ഥലമാണ്. പേടിക്കണ്ട. ആരും പേടിക്കണം. ഞാനുണ്ട്. അപ്പോൾ എല്ലാവരും പറയാം അതാ പേടിയെന്ന് അവർ പറയും. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം. നമ്മുടെ മാപ്പൊക്കെ നോക്കിയാൽ മാപ്പ് ക്ലിയറാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടുണ്ടാവെങ്കിൽ ഉള്ളവർ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ബെല്ലിലേക്ക് അടിച്ച് തകർക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ ബസ്സും കിടക്കും. ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കാട്ടാക്കട പോകാനുള്ള വണ്ടി ആയത് കൊണ്ട് നമ്മളെ കാട്ടാക്കട പോകാനുള്ള നമുക്കിനി കൊച്ചി നേരെ കോയമ്പത്തൂരാട്ടോ പോകണ്ട. കൊച്ചി നമ്മളിനി കോയമ്പത്തൂർ പോകാൻ പോകുക. അത് നമ്മുടെ മാപ്പ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. കോയമ്പത്തൂരാണ് ഞാൻ മാപ്പ് വെച്ചേക്കുന്നത്. ഓക്കെ. ഓ ഇതല്ല സ്ഥലം, വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലമേ. പക്ഷേ ഞാൻ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവുക. അവിടെ ചെന്നപ്പം വണ്ടി അവിടെ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇനി നമുക്ക് പോകണം. അതായത് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലം ഇവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോകണം. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണ് വെച്ചു, പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണ് വെച്ചു, മണിക്കുട്ടി നീ എൻ്റെ മനസ്സെന്നുള്ളി, മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി. പക്ഷെ നമുക്ക് എങ്ങനെ പോകണ്ട? ഇവിടെ പോയേക്കാം. അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലേ. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി, മണിക്കുട്ടി നീ എൻ്റെ മനസ്സെന്നുള്ളി, മണമുള്ള മൂന്ന്. ചേച്ചി മഴ വണ്ടി കയറുന്നു, അങ്ങോട്ട് കൊണ്ടാക്കിയേക്കാം. വെറുതെ എന്തിനാടാ അവരുടെയൊക്കെ വായിക്കുന്ന കേൾക്കുന്നേടാ ആസിഫേ. ചേച്ചാ ഇതൊക്കെ നമ്മുടെ പതിവുകളല്ലേ. പതിവുകൾ നമ്മുടെ വോൾവോ ആട്ടോ. നമ്മുടെ പുതിയ ഗെയിമാട്ടോ. അത് നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ഇത് പുതിയ ഗെയിമാണ് പക്ഷേ. അപ്പോൾ നമ്മൾ കാട്ടാക്കട ഇറക്കിയ ഗെയിമാട്ടോ. എല്ലാവരും അത് കളിക്കണം. കാര്യമായി അപ്പുറത്തൂടെ വരാൻ വഴിയില്ല. മണ്ണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി ആരോ തട്ടിയെന്ന് തോന്നുന്നു. മണിക്കുട്ടി കളിച്ചിട്ട് വന്ന് പിടിച്ചല്ലോ. ഇവിടെ എങ്ങനെ ശരിയാക്കണ്ടേന്നൊന്നും എനിക്കറിയത്തില്ല. ഏതെങ്കിലും ഗരാജിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കൊണ്ടിട്ട് കഴിയാനായിരിക്കും അവർ പറയുന്നത്. അളിയാ കട അടച്ചളിയാ. വലിച്ചോ എന്താ ഒരു ഇടിച്ചപ്പോൾ കട തുറന്നു. അണ്ണൻ വണ്ടി റിപ്പയർ ചെയ്തോ? അണ്ണൻ വണ്ടി റിപ്പയർ ചെയ്തോ? എനിക്ക് ഒരു കുഴപ്പമില്ല അണ്ണൻ വണ്ടി റിപ്പയർ ചെയ്തണ്ണ. അണ്ണ സൈഡൊക്കെ അങ്ങോട്ട് കണ്ടോണ്ണ, ഡോറിൻ്റെ അവിടെ. വെരി ഗുഡ് ഓക്കെ എടാ ഞാൻ സരീഷിനൊന്നും വിളിക്കണം. സരീഷ് നീ പെട്ടെന്ന് അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടോടാ ബസ്സിനകത്ത്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യാൻ ചെയ്തായിരുന്നു. ഇവിടെ ആൾക്കാരും കയറ്റിയായിരുന്നു. നമുക്ക് ഈ ഗെയിമിനകത്ത് ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് സീനില്ല. നമ്മുടെ വണ്ടി ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്.
നമുക്ക് പെട്ടെന്ന് നമ്മുടെ സതീശനെ നമ്മുടെ വണ്ടി വിളിച്ചുകൊണ്ട് വന്നു. സതീശനെ നമ്മുടെ വേറൊരു ബസ് വിളിച്ചായിരുന്നു. അതിനകത്ത് എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. ഇപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്ന് ഈ ബസ്സിനകത്ത് കയറിപ്പോയി കേട്ടോ. ഈ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് റോഡോട്ടൊന്ന് ഇറക്കിയേക്കാം. എനിക്ക് മാപ്പ് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ഒറ്റ വഴി സ്ട്രൈറ്റ് റൂട്ട് അടിച്ചേക്കാം. പക്ഷെ നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് അങ്ങ് ഇറക്കിക്കാം. വണ്ടി ഇപ്പോൾ പണിതേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ഒരു കുട്ടിക്കൂടെ കയറ്റി വിട്ട് അങ്ങനെ ശരിയല്ല. അപ്പം കട്ടക്കട പോകേണ്ട വണ്ടികളാണ്, എല്ലാവരും സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ഒരു പ്രോ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയിൽ നേരെ കാട്ടക്കടയൊന്നുമില്ല, കോയമ്പത്തൂരാണ് നമ്മൾ വണ്ടി കിടക്കുന്നത്. ഇനി അവിടെ ഉള്ളൂ സ്റ്റോപ്പ്. അതുവരെ നമുക്ക് പറപ്പിക്കാം. ഷാജി പാപ്പൻ, ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ, നിങ്ങളൊക്കെ ആട് 3 കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറന്നു വന്നേ, ഇപ്പോൾ ബ്ലോക്കിനകത്തില്ല, അവനെ ഇടിച്ചിട്ടുണ്ട് ഞാൻ പോയേനെ. ഈ വണ്ടിക്ക് എന്തോ ബ്രേക്കില്ലേ? ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ, ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ, ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ, ഷാജി 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 പാപ്പൻ. നല്ല പേരാണ് കിട്ടിയേക്കുന്നവന്. ഓക്കെ, നമുക്ക് യൂട്ടേൺ എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുക്കാം, ഇപ്പം ആവശ്യമില്ല. നമ്മൾ നേരെ കോയമ്പത്തൂർ എന്നിട്ട് വേണം അവിടുത്തെ മരുന്നുകൾ കൊടുക്കാൻ. നിങ്ങളായിരിക്കും ഞാൻ ആൾക്കാരെയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ആൾക്കാരെയും കൊണ്ടല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ കോയമ്പത്തൂർ സോംബീസിനെ ഇറക്കാനല്ല, സോംബീസിൻ്റെ മരുന്ന് കണ്ടുപിടിക്കും അവർ. ഇപ്പം നമ്മുടെ കൊച്ചിയിൽ സോംബീസ് ഇറങ്ങും എന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഓട്ടമുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സേഫായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ വരാൻ പറഞ്ഞേ. കോയമ്പത്തൂർ വണ്ടിയുടെ ടിക്കിനകത്ത് മൊത്തം മരുന്നുകളായിരിക്കുന്നത്, അകത്തും വെളിയും മൊത്തം വണ്ടിക്കകത്ത് മൊത്തം മരുന്നുകളായിരിക്കുന്നത്. അവർ കോയമ്പത്തൂർ എത്തിക്കാനുള്ള സൈസ് മരുന്നുകളാണ് ഇപ്പം നമ്മുടെ വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് കോയമ്പത്തൂർ കൊണ്ടെത്തിക്കണം അവരെ കോയമ്പത്തൂർ എത്തിക്കാൻ നമ്മുടെ ഈ കൊച്ചി സിറ്റി നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതൊക്കെ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചലഞ്ചല്ല ഇന്നത്തെ നമ്മുടെ ഒരു ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഡിംഗ് പേപ്പർ എത്തിയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയറും ബെല്ലൊക്കെ അടിച്ച് തകർക്കുക. നിങ്ങൾ മറന്നെങ്കിൽ നിങ്ങൾ നേരെ അത് വെച്ച് ചെയ്യുക കേസ്. അപ്പോൾ നമ്മൾ BGMI ഇപ്പം പരസ്യം വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ BGMI കളിക്കുന്നത് ആയിരിക്കും. BGMI ഞാൻ കയറ്റിയായിരുന്നു. ഈ ഗെയിമിൻ്റെ തൊട്ടപ്പുറത്ത് BGMI കേട്ടോ കേസ് കിടക്കുന്നത്. നമ്മൾ ഉറപ്പായിട്ടും BGMI കളിക്കുന്നത്. അതായത് ഈ വീഡിയോയിൽ 7 മിനിറ്റ് കണ്ട് നമ്മളിപ്പോൾ എടുത്തോളൂ. നമുക്കിനി കുറച്ച് മിനിറ്റ് കൂടെ എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ നമ്മളിനി എടുക്കുമായിരിക്കും കേസ്. ഓക്കെ, നമുക്ക് കമൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാർട്ട് മോജി ഇടണം നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് പോവാം. ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ, ഷാജി പാപ്പൻ, ഭസ്മം പാപ്പൻ. അപ്പം സൗണ്ടിനകത്തൊരു ഗുമ്മില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയുന്നൊരു ഇത് കിടത്തില്ല, കാരണം എനിക്ക് മൈക്കില്ല. അതുകൊണ്ടാണെന്ന് വെച്ച് ഞാൻ സൗണ്ട് കുറച്ചിട്ട് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്താൽ ഇപ്പോൾ സൗണ്ട് കൂട്ടാൻ പോവാണ്. അപ്പോൾ ചിലപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ സൗണ്ട് ഹോണൊക്കെ നിങ്ങൾ നോക്കി. ഇനി ഞാൻ കോയമ്പത്തൂർ എത്തിയിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, നല്ല മഴയാണ്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ